നമസ്കാരം, എല്ലാവർക്കും ദിയാസ് കിച്ചൻ റൂമിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നറായിട്ടോ ഒക്കെ സെർവ് ചെയ്യാൻ പറ്റുന്ന വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. ഗോതമ്പ് മാവും മുട്ടയും വെച്ചിട്ടാണ് ഇത് തയ്യാറാക്കുന്നത്. റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ഷെയറും ലൈക്കും സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എങ്ങനെ ഉണ്ടാക്കാൻ കണ്ടു നോക്കാം. അതിനായി ഒരു ബൗളിലോട്ട് 1.5 കപ്പ് ഗോതമ്പ് മാവ് എടുക്കുന്നുണ്ട്. നമുക്ക് എത്രയാണോ ആവശ്യമുള്ളത് അതനുസരിച്ച് എടുക്കുക. കൂടെ തന്നെ ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർക്കാം. ഉപ്പ് ചേർത്തതിന് ശേഷം ഒരു വിസ്ക് ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ഗോതമ്പ് മാവിൽ എല്ലാ ഭാഗത്തും ഉപ്പാകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ഒരു 1.5 കപ്പ് മാവ് എടുത്തതുകൊണ്ട് തന്നെ ഒരു 1.25 മുതൽ 2 കപ്പ് വെള്ളം ആവശ്യമായിട്ടുണ്ടാവും. അപ്പോൾ ഓരോ ഗോതമ്പ് മാവ് അനുസരിച്ചിരിക്കും. അതുകൊണ്ട് തന്നെ കറക്റ്റ് ഒരു വെള്ളത്തിൻ്റെ അളവ് പറയാൻ പറ്റില്ല. ഒട്ടും കട്ടയൊന്നുമില്ലാതെ നല്ല സ്മൂത്ത് ബാറ്ററാക്കി എടുക്കുക. ബാറ്ററിൻ്റെ ഒരു കൺസിസ്റ്റൻസി ഇതാണ്. ദോശമാവിൻ്റെയൊക്കെ ഒരു കൺസിസ്റ്റൻസി ആയിട്ടാണ് എടുക്കേണ്ടത്. ഗോതമ്പ് മാവിന് പകരം മൈദ വെച്ചിട്ട് ഉണ്ടാക്കാം കേട്ടോ. പക്ഷേ ആരോഗ്യത്തിന് നല്ലത് കുറച്ചും കൂടി ഗോതമ്പ് മാവ് തന്നെയാണ്. ഇനി അടുത്തായിട്ട് വേറൊരു ബൗളിലോട്ട് 3 മുട്ട ചേർക്കാം. 3 മുതൽ 4 മുട്ട വരെ ചേർക്കാം. ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. മുട്ട നന്നായിട്ടൊന്ന് അടിച്ചെടുത്തതിന് ശേഷം 2 ഇടത്തരം സവാള ചെറുതായിട്ട് കട്ട് ചെയ്തിരിക്കുന്നത് ചേർക്കാം. കൂടെ തന്നെ ഒരു ടൊമാറ്റോ എടുക്കുമ്പോൾ ഒത്തിരി പഴുത്ത ടൊമാറ്റോ എടുക്കല്ലേ. എരിവിന് വേണ്ടിയിട്ട് ഒരു 3 മുതൽ 4 പച്ചമുളക് ചേർക്കാം. പച്ചമുളകിന് പകരം കുറച്ച് കുരുമുളക് പൊടിയോ അല്ലാന്നുണ്ടെങ്കിൽ ചില്ലി ഫ്ലേക്സോ ഏതെങ്കിലും ഒന്ന് ചേർക്കാം. പിന്നെ കുറച്ച് ഏറെ മല്ലിയില അത് ചേർക്കണേ. മല്ലിയില ചേർക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ്. ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. കളറിന് വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി കൂടി ചേർക്കാം. കൂടെ തന്നെ 2 ടേബിൾ സ്പൂൺ പാലും കൂടി ചേർക്കുന്നുണ്ട്. പാല് ചേർക്കുമ്പോൾ കുറച്ചും കൂടി ഒന്ന് സോഫ്റ്റായിട്ട് കിട്ടും. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. അതായത് എല്ലാ കാര്യങ്ങളും നന്നായിട്ടൊന്ന് യോജിച്ച് കിട്ടണം. ഇന്നത്തെ റെസിപ്പി തയ്യാറാക്കാനായിട്ട് മെയിനായിട്ട് ആവശ്യമുള്ളത് 2 ബാറ്ററാണ്. മുട്ട വെച്ചിട്ടുള്ളൊരു ബാറ്ററും അതുപോലെ തന്നെ ഗോതമ്പ് മാവ് വെച്ചിട്ടുള്ളൊരു ബാറ്ററും. അപ്പോൾ ഇവിടെ രണ്ടും റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് റെസിപ്പി ഉണ്ടാക്കി തുടങ്ങാം. ഇതിനായി ഒരു തവ എടുത്തിട്ടുണ്ട്. തവ നന്നായിട്ട് ചൂടായതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ദോശമാവ് ഒന്നുകൂടി നന്നായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. നമ്മൾ സാധാരണ ദോശ നിരത്തുന്ന മാതിരി നിരത്തിയെടുക്കുക. ഒത്തിരി നൈസാവാനും പാടില്ല, എന്നാൽ ഒത്തിരി തിക്കാവാനും പാടില്ല. ഈ ഒരു രീതിയിലാണ് ഒന്ന് നിരത്തിയെടുക്കേണ്ടത്. ചെറിയ സ്പൂണ് എണ്ണയും കൂടെ ഒഴിക്കുന്നുണ്ട്. വളരെ കുറച്ച് എണ്ണ ഒഴിച്ചാൽ മതിയാവും. ഒരു സൈഡ് റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. ഇനി ഇത് തിരിച്ചിടാം. അടുത്ത സൈഡ് റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. 2 സൈഡും തിരിച്ച് മറിച്ചിട്ട് നന്നായിട്ടൊന്ന് മുരിച്ചെടുക്കുക. 2 സൈഡും നന്നായിട്ടൊന്ന് മുരിച്ചെടുക്കണേ. അങ്ങനെ ആദ്യത്തെ റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. ഇനിയൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഇതുപോലെ ബാക്കി ദോശമാവും തയ്യാറാക്കിയെടുക്കാം. ഗോതമ്പ് മാവ് വെച്ചിട്ട് അവസാനത്തതും തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു അളവിൽ ഒരു 7 മുതൽ 8 എണ്ണം നമുക്ക് തയ്യാറാക്കിയെടുക്കാം. നമ്മൾ നിരത്തുന്ന സൈസ് അനുസരിച്ചിട്ടിരിക്കും കേട്ടോ. ഇനി അടുത്തത് ലാസ്റ്റ് സ്റ്റെപ്പാണ്. തവ നന്നായിട്ട് ചൂടായതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മുട്ട ബാറ്റർ ഒന്നുകൂടി നന്നായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. ഒരു 1 മുതൽ 2 സ്പൂൺ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് നിരത്തി കൊടുക്കുക. നമ്മൾ ദോശയൊക്കെ ഉണ്ടാക്കുന്ന മാതിരി നിരത്തിയെടുക്കുക. ഇനി ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്നത് ഇതിലോട്ട് വെച്ച് കൊടുക്കുക. അതിനുശേഷം സ്പാച്ചുല വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതായത് ആ മുട്ട ബാറ്ററിൽ ഇത് നന്നായിട്ടൊന്ന് യോജിച്ച് ഇരിക്കണം. അതുപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ മുകളിലോട്ട് വയ്ക്കുമ്പോൾ ഈ ഒരു ഭാഗമാണ് മുകളിലോട്ട് വരേണ്ടത്. അതിൻ്റെ ആ ഒരു അടിഭാഗം താഴോട്ട് പോകണം കേട്ടോ. അതൊന്ന് ശ്രദ്ധിക്കണേ. ഇനിയും ഇത് 2 സൈഡ് നന്നായിട്ടൊന്ന് മുരിച്ചെടുക്കുക. അതായത് ഒരു 1 മിനിറ്റ് ആകുമ്പോഴത്തേനും നമുക്ക് പതുക്കെ ഒന്ന് തിരിച്ചിട്ടെടുക്കാം. നമ്മൾ തിരിച്ചിടുന്നതിന് മുന്നേ കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കണേ. വളരെ കുറച്ച് എണ്ണ ഒഴിച്ചാൽ മതിയാവും. അപ്പോൾ ആ സൈഡ് നന്നായിട്ടൊന്ന് മുരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എണ്ണ ഒഴിക്കുന്നത്. ഒരു സൈഡ് ആയിട്ടുണ്ട്. നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ അടുത്ത സൈഡും ഇതുപോലെ നന്നായിട്ടൊന്ന് മുരിച്ചെടുക്കാം. അടുത്ത സൈഡിലും കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ഒഴിക്കുമ്പോൾ വളരെ കുറച്ച് എണ്ണ ഒഴിച്ചാൽ മതിയാവും. അപ്പോൾ ആ സൈഡ് നന്നായിട്ടൊന്ന് മുരിഞ്ഞ് കിട്ടും. ഇനി ഇത് കുറച്ചും കൂടി സ്പെഷ്യലാക്കാൻ വേണ്ടിയിട്ട് ചീസും കൂടി വെക്കുന്നുണ്ട്. നമ്മൾ സാധാരണ സാൻഡ്വിച്ചൊക്കെ തയ്യാറാക്കുമ്പോൾ എടുക്കുന്ന ചീസില്ലേ, അത് വെച്ച് കൊടുക്കുക. വെക്കുമ്പോൾ ഈ ഒരു സൈഡിലാണ് വെക്കേണ്ടത്. അതിനുശേഷം ഒരു സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക.
അതിനുശേഷം സ്പാച്ചുല വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ചൂടിരുന്ന് തന്നെ ആ ചീസും നന്നായിട്ടൊന്ന് മെൽറ്റായി കിട്ടും. അപ്പോൾ ഇത് ചൂടോടെ കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ്, പ്രത്യേകിച്ച് കുട്ടികൾ ഇഷ്ടത്തോടെ കഴിക്കും. അങ്ങനെ ഒരെണ്ണം റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. നോക്കൂ, ചീസൊക്കെ നല്ല മെൽറ്റായി, കാണുമ്പോൾ തന്നെ ഒന്ന് കഴിക്കണം തോന്നില്ലേ? അപ്പോൾ ഇതുപോലെ ബാക്കിയും കൂടി ഒന്ന് തയ്യാറാക്കിയെടുക്കാം. ഒന്നും കൂടി തയ്യാറാക്കി കാണിച്ചു തരാം. ആദ്യം തന്നെ മുട്ട ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചേക്കുന്നത് വെച്ച് കൊടുക്കുക. സ്പാച്ചുല വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തെടുക്കുക. രണ്ട് സൈഡും നന്നായിട്ടൊന്ന് മുരിച്ചെടുക്കുക. ലാസ്റ്റ് ഒരു സൈഡിൽ ചീസ് വെച്ചതിന് ശേഷം ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. ഇത്രയേ ഉള്ളൂ. വളരെ ഈസിയാണ്, അതുപോലെ തന്നെ വളരെ ടേസ്റ്റിയാണ്. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ റെസിപ്പി. ഇത് വളരെ ടേസ്റ്റിയും അതുപോലെ തന്നെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒന്നും കൂടിയാണ്. ഇപ്പോൾ നമ്മൾ തിരക്കുള്ള ദിവസങ്ങളിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നറായിട്ടോ ഒക്കെ നമുക്ക് സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കും കൂടെ അറിയിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ റെസിപ്പീസ് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബും ലൈക്കും ഷെയറും കൂടെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതുപോലെ വേറെ റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്